ഹാ കാലത്ത് എണീച്ചപ്പോൾ തേ കിടക്കുന്ന ഉപ്മാവും 2 കുട്ടി പഴമാണ് കഴിക്കാൻ. ആരെ വെളുപ്പാൻ കാലത്ത് ഉപ്മാവും 2 കുഞ്ഞു പഴമൊക്കെ കഴിക്കാൻ ആൾക്കാർക്ക് കൊടുക്കണല്ലേ? സമ്മതിച്ചേ പറ്റും. എൻ്റെ മെസ്സിൽ ഇങ്ങനെയൊക്കെ നടക്കും. പിന്നെ ഞാനതങ്ങ് കൂട്ടിക്കുഴച്ച് കഴിച്ച് വേറെ വഴിയില്ലല്ലോ. അതിൻ്റെ ദിവസം മറണ്ട് ഞാൻ 2 അപ്പവും 1 ചിക്കനും ഓർഡർ ചെയ്തു. ആ ചിക്കൻ കറിയും അപ്പവും ഇന്നലത്തെയാണോ അറിയത്തില്ല, എന്തായാലും കഴിച്ചു. വിശപ്പല്ലേ? അതങ്ങ് പൊട്ടിച്ച് ആ ചിക്കനും കൂട്ടി കഴിച്ചു. ചിക്കൻ ഇന്നലെ തന്നെയാണെന്ന് ഉറപ്പാണ്. കാരണം അത് നല്ലോണം വെന്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 വട്ടം വേവിച്ചിട്ടുണ്ടാവും. ഉച്ചയായപ്പോൾ എന്താക്കി, ഉച്ചയായപ്പോൾ ബീഫ് ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്ത്. കളപ്പ് മാറുന്നില്ലേ, അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെ ബീഫ് എൻ്റെ പീസ് എന്നുള്ള തിടുക്കത്തിലാണ്. 1 വെച്ചു, 2, 3, 4, 5 5, 6 ഉറപ്പാ. 6, 7, 8, 9, 10, ഇനിയുണ്ട് 11, 12, 13, 14, 15 ഇല്ല. അപ്പോൾ ഞാനതെന്ത് ചെയ്തു, കുറച്ച് കഴിക്കാന്ന് വിചാരിച്ചു ബാക്കി. ബീഫ് മൊത്തം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് മനസ്സിലായത് ഇത് ബീഫിൻ്റെ ബീഫല്ല, ഇതേതോ പട്ടിയുടെ ബീഫാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത്രയും സോഫ്റ്റ് ആയിരുന്നു. കാരണം ബീഫിൻ്റെ ബീഫ് അങ്ങനെയല്ലല്ലോ. രാവിലെ വെച്ച് പെട്ടെന്ന് ചായ കുടിച്ചിട്ട് പോകുന്നു, അതാണ് പെട്ടെന്ന് കാണിച്ചത്. രാത്രിയായപ്പോൾ അടിപൊളി ഫുഡായിരുന്നു മെസ്സന്ന് കിട്ടിയത്. 2 ചതച്ച പുട്ടും ഫ്ലൈറ്റിൽ ചതച്ച് ചപ്പാത്തി പോലെയാണ് അടിച്ചു വെച്ചിരിക്കുന്നത് പുട്ടിനെ. പിന്നെ ചിക്കൻ കറി. എന്ത് സുഖമായിരുന്നു. ആ പുട്ടിന് ഞാനങ്ങനെ എടുക്കുമ്പോൾ ആ ചപ്പാത്തി എടുക്കുന്ന പോലെ ഉണ്ടോ നോക്കി പോട്ടാ. ആ ചപ്പാത്തി ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 എടുത്ത് എന്താ ചപ്പാത്തി, എന്താ പുട്ട്. എന്നിട്ട് ഇതെന്തിനാ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. പുട്ടും ചിക്കനും കൂടി കുഴച്ചടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ചെയ്തത്. ഇനി ചിക്കൻ്റെ പീസ് നോക്കാം. പീസ് എന്താ ഉണ്ട്, നല്ല പീസാണ്. മാറ്റി വയ്ക്കാം, ലാസ്റ്റ് കഴിക്കാം. ഇനി എത്ര പീസുണ്ട്? 1-2 പീസും കൂടി ഉണ്ട്. മുട്ടിക്കനാ. നല്ല പീസാ, കൂട്ടി കുഴയ്ക്കാം. അത് നല്ലൊരു ചിക്കനും പൊട്ടും തന്നെയായിരുന്നു കേട്ടോ. എൻ്റെ മെസ്സിൽ നിന്ന് ആദ്യമായിട്ടാണ് എനിക്ക് നല്ലൊരു ഫുഡ് കിട്ടുന്നത്. അത് കൊള്ളായിരുന്നു. കുഴച്ചടിക്കാൻ പറ്റിയതായിരുന്നു.